ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1156ന്റെ മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിളും കൂടെ ചെയ്തിട്ടേക്കണം. ഈ ചാപ്റ്ററിൽ റോജർ പൈറേറ്റ്സ് ആൻഡ് സ്ട്രോ ഹാറ്റ്സ് തമ്മിലുള്ള പാരലൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ കളർ സ്പ്രെഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റോജറിന് നേരെ ലൂഫിയെയും റെയ്ലിക്ക് നേരെ സോറോയെയും അതേപോലെ തന്നെ ഗബാന് നേരെ സാഞ്ചിയെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ കുറെ നാളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പാരലൽസ് ആണ്. ഇപ്പോൾ ഓടെ അതൊന്ന് വരച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ഇങ്ങനെ ലൂഫിയുടെ പുറത്തും പിന്നെ പോക്കറ്റിലും ഒക്കെ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നാമിയെ ഇവരോടൊപ്പം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ വൺ പീസ് എന്ന് എഴുതിയിരിക്കുന്നതിന് മുകളിൽ നാമി ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാമി ഒരു റോയൽ ഫാമിലിയിൽ പെട്ട ആളാണ്. അതേപോലെ തന്നെ വൺ പീസുമായിട്ട് നാമിക്ക് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ തിയറീസ് കിടന്ന് കറങ്ങുന്നുണ്ട്. സോ അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുള്ളതായിരിക്കും ഇതിലെ പോയിന്റ്. നമുക്കറിയില്ല, എന്തായാലും വഴിയെ നോക്കാം. പിന്നെ എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് ഗൈസ്. നിങ്ങൾ കാഗുറാബച്ചി എന്ന് പറഞ്ഞ മാങ്ക വായിച്ചിട്ടുണ്ടോ? നല്ല കിടിലൻ മാങ്കയാണ്. ഞാനിത് ഇവിടെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഡെയിലി വീഡിയോസ് ആണ് ഇടുന്നത് വൈകിട്ട് 5 മണിക്ക്. വോളിയം 1 ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. മാങ്ക ഇപ്പോൾ 88 ചാപ്റ്റേഴ്സേ ആയിട്ടുള്ളൂ. സോ നമുക്ക് സ്പീഡിൽ അതിൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വൺ പീസ് ചെയ്യുന്ന പോലെ തന്നെ വീക്കിലി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ വൺ പീസിന്റെ വീഡിയോസ് കണ്ട് വിജയിപ്പിക്കുന്നത് പോലെ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോയാലോ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫ്ലാഷ് ബാക്ക് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഗ്രേറ്റ് പൈറേറ്റ് ഇറ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കടലുകളിൽ എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു കൂട്ടം പൈറേറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഐഡൽസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഈ പൈറേറ്റ്സ് ഏതോ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇവരോട് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്ന പോലും ഇല്ല. ഇപ്പൊ അവിടുത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് കേൾക്കാം, നിങ്ങളെല്ലാവരും വെറും യൂസ്ലെസ് ആണല്ലോ എന്ന്. ഇപ്പൊ ആ ഐലൻഡിലെ ആണുങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിൽ ലവ് ചിഹ്നമായിട്ട് ഇവിടെ മയങ്ങി കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ തന്നെ അറിയാമല്ലോ ഏത് പൈറേറ്റ്സ് ആണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അവർ നമുക്കുള്ളതെല്ലാം കൊണ്ടുപോയി. നിങ്ങൾ അവർക്ക് നേരെ ഒരു ചെറു വിരൽ പോലും അനക്കിയില്ലല്ലോ. നിങ്ങൾ ആണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണെന്നൊക്കെ അവിടുത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. മറീൻസിന് പോലും ഈ പൈറേറ്റ് ഗ്രൂപ്പിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവരാണ് സ്ത്രീകളുടെ ഐലൻഡായിട്ടുള്ള ആമസോൺ ലില്ലിയിൽ നിന്നുള്ള കുജ പൈറേറ്റ്സ്. ആണുങ്ങൾക്കൊന്നും തൊടാൻ പോലും പറ്റാത്ത നല്ല ഇടിവെട്ട് പൈറേറ്റ് ബാൻഡ്. ഇപ്പൊ ഇവരുടെ ആ ടൈമിലെ ക്യാപ്റ്റനായിട്ടുള്ള ഗ്ലോറിയോസെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ബോവയുടെ കൂടെയുള്ള എൽഡർ ന്യോൺ. ഇപ്പൊ അവരുടെ ആ സൗന്ദര്യത്തിൽ ഈ ക്രൂവിലുള്ള പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ ഗ്ലോറിയോസ ആണെങ്കിൽ ദിവസം കൂടുന്തോറും എന്റെ സൗന്ദര്യം ഇങ്ങനെ കൂടി കൂടി വരികയാണല്ലോ, ദൈവമേ പാവത്തങ്ങൾക്ക് ഇത്ര സൗന്ദര്യം ഒന്നും കൊടുക്കല്ലേ എന്നുള്ള ലൈനിൽ ഇങ്ങനെ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ പെർഫെക്റ്റ് ഫിഗറിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു മോചനം കിട്ടുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്രൂവിലുള്ള ബാക്കി ലേഡീസ് ഇങ്ങനെ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഗ്ലോറിയോസ ഒരു ദേവിയാണ്. എന്ത് ക്യൂട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ ഓറ കാരണം എന്റെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്നുണ്ട്. ക്യാപ്റ്റനെ കണ്ടിട്ട് എന്റെ ഹൃദയം തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നത്. എനിക്കിനി ഇത് താങ്ങാൻ പറ്റൂല എന്നൊക്കെ ഇവർ പലതും പറയുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ക്രൂവിലുള്ള ഒരു പെൺകുട്ടി ഗ്ലോറിയോസയ്ക്ക് അവളുടെ ഫാൻസ് അയച്ചിട്ടുള്ള കത്തുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ തൊട്ടപ്പുറത്തായിട്ട് മല പോലെ ഒരു കൂട്ടം കത്തുകൾ കിടപ്പുണ്ട്. അപ്പൊ ഗ്ലോറിയോസ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ട്രൈത്തോമ ആ കിടക്കുന്ന കത്തുകൾ അതാർക്ക് വന്നതാ? സോ ഗൈസ്, അപ്പൊ ഈ പെൺകുട്ടി ട്രൈത്തമയാണ്. അതായത് ബോവയ്ക്ക് മുമ്പുള്ള ആമസോൺ ലില്ലിയിലെ രാജ്ഞി. ഇപ്പോൾ ട്രൈത്തമയാണെങ്കിൽ പറയുന്നുണ്ട്, ആ കിടക്കുന്ന കത്തുകളോ അത് ലേഡി ഷാക്കിക്ക് വന്നതാണെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഗ്ലോറിയോസ് അവിടെ കിടന്ന് കലിപ്പാവുന്നുണ്ട്. അത് എനിക്ക് വന്നതിനേക്കാളും 100 ഇരട്ടി കത്തുകളുണ്ടല്ലോ. ഈ കാര്യത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള എന്നെ വെട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചതിയാണ്. ഇപ്പൊ ഗ്ലോറിയോസയുടെ ഈ ആംഗ്രി ഫേസ് വരെ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിക്കുക എന്ന് ക്രൂവിലുള്ള ലേഡീസ് പറയുന്നുണ്ട്. ഇപ്പോൾ നറേറ്റർ പറയുന്നുണ്ട്, പീക്ക് ബ്യൂട്ടി ആയിരുന്ന ഗ്ലോറിയോസയുടെ സൗന്ദര്യത്തെ വെട്ടിക്കാൻ ആ സമയത്ത് ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റാരുമല്ല, ഗ്ലോറിയോസയുടെ ഫസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ഷാക്കുയാക്കു, അതായത് നമ്മുടെ ഷാക്കി. ഇപ്പോൾ കുജ പൈറേറ്റ്സിന്റെ ഷിപ്പിന് നേരെ ശത്രുക്കൾ വരുന്നുണ്ട്. ഇപ്പൊ അവരുടെ കപ്പൽ കണ്ടിട്ടാണെങ്കിൽ അയ്യോ അത് അദ്ദേഹത്തിന്റെ കപ്പലാണല്ലോ എന്ന് പറഞ്ഞ് ഗ്ലോറിയോസ് എങ്ങനെ ബ്ലഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ വന്നവരിങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഹലോ നിങ്ങളോട് സംസാരിക്കുന്നത് റോജർ പൈറേറ്റ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള റോജറാണ്. അവളെ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് വിട്ടു നൽകുന്നതാണ് കുജ പൈറേറ്റ്സ് നിങ്ങൾക്ക് നല്ലത്. ഇന്ന് ഞങ്ങൾ അവളെ നിങ്ങളുടെ ക്രൂവിൽ നിന്ന് കൊണ്ടുപോയിരിക്കും. നിങ്ങളുടെ ഫസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ഷാക്കുയാക്കുവിനെ ഈ റോജർ പൈറേറ്റ്സ് ഇങ്ങ് എടുക്കുക.
ഇപ്പൊ ഇത് കേട്ടാകെ കലിപ്പായിട്ട് ഗ്ലോറിയോസ വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനിയും ബോധം വെച്ചില്ലേ റോജർ? എന്നെ പോലെ ഒരു പെൺകുട്ടി നിന്നെ പ്രണയിക്കുന്നുണ്ട്, നിനക്കത് പോരെ? നിനക്ക് ഷാക്കിയെ തന്നെ വേണോ? ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കപ്പലുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്. ഇപ്പൊ ഷാക്കിയെ പോയി പിടിച്ചോണ്ട് പോവാന്നൊക്കെ ഇപ്പൊ റോജർ കിടന്ന് അലറുന്നുണ്ട്. ആർക്കാടാ എന്നെ പിടിച്ചോണ്ട് പോകേണ്ടതെന്ന് ചോദിച്ചോണ്ട് ഇപ്പൊ കതവ് ചവിട്ടി തുറന്നുകൊണ്ട് ലേഡി വരുന്നുണ്ട്. അത് മറ്റാരും അല്ല, ഷാക്കുയാക്കു ആണ്. ഇപ്പൊ അവളെ കാണുമ്പോഴത്തേക്ക് അവളുടെ ക്രൂവിലുള്ള ആൾക്കാരും പിന്നെ റോജറിന്റെ ക്രൂവിലുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ മതി മറന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയാൽ റോജർ പൈറേറ്റ്സ് ഒക്കെ ഇങ്ങനെ കയ്യില് റോസാപ്പൂവും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഷാക്കി എന്റെ ഫ്ലവർ മേടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോ നറേറ്റർ പറയുന്നുണ്ട്, ഷാക്കിയുടെ ഓരോ മൂവ്മെന്റ്സും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ പൂക്കൾ വരെ കൊഴിഞ്ഞുപോയി, കിളികൾ വരെ പാടാൻ മറന്നുപോയി. അതേപോലെ തന്നെ ആൾക്കാർ അവൾക്ക് വേണ്ടി പരസ്പരം തല്ലുകൂടി. ഇപ്പോ ഷാക്കി ആണെങ്കിൽ ഗബാനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ബോവ ചെയ്യുന്ന പോലെ കാല് മടക്കി ഒരു തൊഴി. നീ എന്റെ പേര് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്ന് ഗബാൻ ഇങ്ങനെ പറയുന്നുണ്ട്. തൊഴി കൊള്ളുന്നതിന് മുമ്പേ ഗബാൻ വീണു. ഗബാനോട് ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചുകൊണ്ട് റോജർ ഇപ്പൊ വാളും കൊണ്ടൊക്കെ വരുന്നുണ്ട്. പുള്ളിയുടെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചാണ് വരുന്നത്. ആ റോജർ കുറെ നാളായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷാക്കി അങ്ങേരെ അടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട്. ഇപ്പൊ വീണ് കിടക്കുന്ന റോജർ പറയുന്നുണ്ട്, നാശം പിടിക്കാൻ എനിക്ക് ഷാക്കുയാക്കുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നിങ്ങൾ ഇവരെ പോലെ തന്നെയാണോ റോജർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഷാക്കി ആണെങ്കിൽ റോജറിന്റെ നേരെ വന്ന് നിന്നൊരു സിഗരറ്റൊക്കെ കത്തിക്കുന്നുണ്ട്. സോ ഇപ്പൊ റോജറിനെ പോലെ ടയർ 1 നിൽക്കുന്ന വാരിയേഴ്സ് പോലും ഷാക്കിയുടെ സൗന്ദര്യത്തിന്റെ അടിമകളായിരുന്നു എന്ന് ഇപ്പൊ നറേറ്റർ പറയുന്നുണ്ട്. ഇപ്പോൾ ഷാക്കി ആണെങ്കിൽ റോജറിന്റെ അടുത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഞാൻ മറ്റൊരാളുടെ അടിമയാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നിട്ട് ഷാക്കി ഇങ്ങനെ സ്ലോ മോഷനിൽ തിരിഞ്ഞു നടന്നിട്ട് അവളുടെ ക്രൂവിലുള്ളവരോട് പറയുന്നുണ്ട്, ഇവന്മാരുടെ കയ്യിലുള്ള ട്രഷറൊക്കെ ഇങ്ങനെ എടുത്തേക്കാൻ. എന്തിനാ ട്രഷർ മാത്രം ആക്കുന്നേ, എന്നെ ഉടലോടങ്ങ് എടുത്തു തോന്നിപ്പോമാര് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ ഗ്ലോറിയോസ ആണെങ്കിൽ റോജറിന്റെ അടുത്തേക്ക് വന്നിട്ട്, റോജർ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റോജർ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. പുള്ളി പറയുന്നുണ്ട്, മുന്നിൽ നിന്ന് മാർ ഗ്ലോറിയോസ, നീ കാരണം എനിക്ക് ഷാക്കിയെ നേരെ കാണാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങളുടെ അവസ്ഥയും ഭയങ്കര കഷ്ടമായിരിക്കും അല്ലേ റെയ്ലി എന്നിപ്പോ ഷാക്കി റെയ്ലിയോട് ചോദിക്കുന്നുണ്ട്. ഇവ റെയ്ലി ആണെങ്കിൽ 100% സിഗ്മയാണ്. പുള്ളി പറയുന്നുണ്ട്, ആ കുറച്ച് കഷ്ടം തന്നെ, നിന്നെ കണ്ട് വട്ട് പിടിച്ചിരിക്കുന്ന ഈ പൊട്ടന്മാരുടെ ഇടയ്ക്ക് നിൽക്കുന്നത് കുറച്ച് കഷ്ടമാണെന്ന്. ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഷാക്കിയെ മൈൻഡ് ചെയ്യാത്ത റെയ്ലിയെ അടുത്താണ് ഷാക്കിക്ക് ഒരു ഏത്. ഇപ്പൊ അവളാണെങ്കിൽ പുള്ളിയെ നോക്കി ഒന്ന് സൈറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് പെട്ടെന്ന് കണ്ടപ്പോ പുള്ളി ഇടയ്ക്ക് മറ്റേ നമ്മുടെ സോറോ ഇടുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് ബ്ലഷ് ചെയ്യാണോ എന്ന് ചോദിച്ചാൽ ബ്ലഷ് ചെയ്യുകയല്ല, ഒരു വല്ലാത്ത കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ അങ്ങനെ ഇടുന്നുണ്ട്. ഇപ്പൊ ഒരു നേവി ഷിപ്പ് ഇവർക്ക് നേരെ വരുന്നുണ്ട്. നേവിക്കാർ പറയുന്നുണ്ട്, ഓ കൂജ പൈറേറ്റ്സിനെ റോജർ പൈറേറ്റ്സിനെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ആണോ, എന്നാ ഒരു ഫോട്ടോ എടുത്തേക്ക്, ഭയങ്കര ഡിമാൻഡ് ആണെന്നൊക്കെ ഇപ്പൊ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നേവിയെ കണ്ടപ്പോഴത്തേക്ക് കുജ പൈറേറ്റ്സ് പെട്ടെന്ന് റോജറിന്റെ കപ്പലിലെ ട്രഷറെല്ലാം എടുത്തുകൊണ്ട് എസ്കേപ്പ് ആവാനായിട്ട് പോവാണ്. ഇപ്പൊ ഇവരുടെ കപ്പലിലെ സാധന സാമഗ്രികൾ മൊത്തം എടുത്തു, ഒന്നും ബാക്കി വെക്കരുതെന്ന് ഇവർ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണമെങ്കിലും ബാക്കി വെക്കാൻ നീ റോജർ പൈറേറ്റ്സിലുള്ളവന്മാര് കുജ പൈറേറ്റ്സിനോട് വിളിച്ചു പറയുന്നത് കേൾക്കാം. സോ ഇപ്പൊ നേവി വന്നതുകൊണ്ട് തന്നെ നമുക്കും പെട്ടെന്ന് പോകണമെന്ന് റോജർ ക്രൂവിനോട് പറയുന്നുണ്ട്. റോജർ ആ വരുന്നത് ഗാർപ്പിന്റെ ഷിപ്പല്ലേ? എന്താ നീ പറഞ്ഞേ, ഗാർപ്പിന്റെ ഷിപ്പോ? ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് റോജർ ഫുൾ ചാർജ് ആയി. പുള്ളി പറയുന്നുണ്ട്, ഗൈസ് നമ്മൾ ഇവിടുന്ന് ഓടിപ്പോകുന്നില്ല, പുതിയ പ്ലാൻ, അവന്മാരെ എല്ലാം പൊളിച്ചടുക്കിയേക്ക് എന്നിപ്പോ ഗാർപ്പും റോജറും ഒരേ സമയം പറയുന്നുണ്ട്. ഇപ്പൊ കുജ പൈറേറ്റ്സ് അവിടുന്ന് എസ്കേപ്പ് ആയി. റോജറിന്റെ ഷിപ്പും ഗാർപ്പിന്റെ ഷിപ്പും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പൊ കുജ പൈറേറ്റ്സിലുള്ളവരും പറയുന്നുണ്ട്, ഓ അത് ഗാർപ്പിന്റെ ഷിപ്പ് ആയിരിക്കും അല്ലേ വന്നത്, ഇല്ലെങ്കിൽ റോജർ ഒരിക്കലും ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഫൈറ്റിന് പോകില്ല എന്ന്. ഇപ്പോ ഗാർപ്പും റോജറും തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ്. ഗാർപ്പ് ആസ് യൂഷ്വൽ കൈ മടക്കി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മെറ്റിയോർ ഫിസ്റ്റ്. റോജർ ആണെങ്കിൽ ആ വാള് വെച്ചിട്ട് അരാമിത്താമ എന്ന് പറഞ്ഞൊരു അറ്റാക്കാണ്. വയലന്റ് ആയിട്ടുള്ള ഒരു ആത്മാവ് എന്നുള്ളതാണ് ഈ അരാമിത്താമയുടെ അർത്ഥം. ഇപ്പൊ ഗാർപ്പിന്റെ ആ ഒരു ഇടിയിൽ റോജറിന്റെ മോഹം ചളുങ്ങിയിട്ടുണ്ട്. ഇപ്പോ നറേറ്റർ പറയുന്നുണ്ട്, വരാൻ പോകുന്ന ഗ്രേറ്റ് പൈറേറ്റ് റെയിലെ ലെജൻഡ്സ് ആയിട്ട് വാഴ്ത്തപ്പെടാൻ പോകുന്ന 3 പേരാണ് ഗാർപ്പ്, റോജർ, റോക്സ്. പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ യുവത്വത്തിന്റെ ചോരത്തളപ്പിലുണ്ടായിരുന്ന കാലഘട്ടത്തെ പറ്റിയാണ്. ഈ സമയത്ത് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരു പൈറേറ്റ് ടീമായിരുന്നു ഈ കുജ പൈറേറ്റ്സിന്റെയും. സോ ഈ ഇറയെ പറ്റി സംസാരിക്കുമ്പോൾ കുജ പൈറേറ്റ്സിനെ പറ്റി മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തേയില്ല. അവരെ ഒരുപാട് പേര് ആരാധിച്ചിരുന്നു. അതേപോലെ തന്നെ അവരുടെയൊക്കെ വാണ്ടഡ് പോസ്റ്റേഴ്സ് വിറ്റുപോയിരുന്നത് അന്യായ വിലയ്ക്കാണ്. അവരെ സ്റ്റോക്ക് ചെയ്ത് ശല്യപ്പെടുത്താനായിട്ട് എന്നും കുറെ ടീം അവരുടെ പുറകെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ റോജർ പൈറേറ്റ്സിന്റെ ഷിപ്പൊക്കെ കൊള്ളയടിച്ചിട്ട് കുജ പൈറേറ്റ്സ് പോകുന്ന വഴിക്ക് ഈ രാജ്ഞിയായിട്ടുള്ള ഗ്ലോറിയോസ തളർന്നു വീഴുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചാണ് ഗ്ലോറിയോസ റോജറിന്റെ റിജക്ഷൻ കാരണം അസുഖം വന്ന് വീഴുന്നത്. സോ ഈ സംഭവത്തിന് ശേഷം ഷാക്കുയാക്കു അടുത്ത രാജ്ഞിയായി. രാജ്ഞിയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാക്കിയുടെ ആ ഒരു പോപ്പുലാരിറ്റി എന്നുള്ളത് വേറെ ലെവലിലേക്ക് ഉയർന്നു. ഇപ്പോൾ നമ്മളെ എൽബാഫിലെ ഐഡയുടെ ആ ഒരു ബാറാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ
കുറെ പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട് ആ കപ്പൽ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോക്കി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. കിങ് ഹെറാൾഡ് ഇവിടെ ഇല്ലാത്തപ്പോൾ ലോക്കി ഇങ്ങനെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ മുങ്ങി താഴ്ന്ന കണ്ടപ്പോൾ ഒന്ന് രക്ഷിക്കണോ വേണ്ടായോ എന്ന് പോലും ഞാൻ ആദ്യം ഒന്ന് ചിന്തിച്ചിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്കി ചെയ്യുന്നതിനൊക്കെ ഇങ്ങേരുടെ അടുത്ത് ഹെറാൾഡ് സോറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ലോക്കിയെ മുങ്ങി താഴാതെ രക്ഷിച്ചതിന് താങ്ക്സും പറയുന്നുണ്ട്. അതേപോലെ ഹെറാൾഡ് ആണെങ്കിൽ ലോക്കിയെ എടുത്ത് ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ച് നടക്കുക, അതൊന്ന് നോർമലായിട്ട് ബിഹേവ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്കിയെ രക്ഷിച്ച ആൾക്കാരുടെ അടുത്ത് ഐഡ ചൂടാവുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മുമ്പ് പറഞ്ഞേ ലോക്കിയെ രക്ഷിക്കണോ വേണ്ടായോ എന്ന് പോലും ഒന്ന് ആലോചിച്ച് നിന്നെന്നോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ലോക്കി മുങ്ങിത്താണ് മരിച്ചു പോയിരുന്നെങ്കിലോ? ഇപ്പൊ ഹെറാൾഡ് ആണെങ്കിൽ ഐഡ എടുത്ത് പറയുന്നുണ്ട്, ഐഡ കൂൾ ഡൗൺ, ലോക്കിയാണ് ഇവരുടെ കപ്പൽ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോയത്. ആണെങ്കിൽ തന്നെ എന്താ ഒരു കൊച്ചു കുഞ്ഞ് മുങ്ങിച്ചാവാൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാമോ? അങ്ങനൊക്കെ ചെയ്യുന്നവന്മാരെ ഒരു 100 തവണ പിടിച്ച് വെള്ളത്തിൽ മുക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഇപ്പൊ അവിടെ കിടന്നുകൊണ്ട് ലോക്കി പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. ഇപ്പൊ അവനെ രക്ഷിച്ച പുള്ളി പറയുന്നുണ്ട്, കണ്ടോ ഇവന്റെ ഈ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ അമ്മയും മരിച്ചുപോയി, നിന്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും ബിസിയും, നിനക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും അല്ലേ ലോക്കി എന്നിപ്പോ ഐഡ ലോക്കിയോട് ചോദിക്കുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കും തള്ള എന്നിപ്പോ ലോക്കി ഇവരോട് പറയുന്നു. ഇപ്പൊ ഇത് കേട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ലോക്കി നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുമെന്ന് ഐഡ പറയുന്നു. ഇപ്പൊ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ലോക്കിയും ഹാജറുദ്ദീനും ഒരേ സമയത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ലോക്കി ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അടവെല്ലാം കൃത്യമായിട്ട് അറിയാം ഐഡ. ഇങ്ങനെ അമ്മ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കി നൈസിന് ഞങ്ങളുടെ കൊട്ടാരത്തിൽ കയറി പറ്റാനല്ലേ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ വെറും ഒരു ഗോൾഡ് ഡിഗർ ആണ്. ഇപ്പൊ ഇവൻ ഈ പറയുന്ന തോന്നിവാസം കേട്ടിട്ട് ആകെ ദേഷ്യപ്പെട്ട് ഹാജറുദ്ദീൻ വാളും കൊണ്ട് ഇവന്റെ നേരെ വരുന്നുണ്ട്. അതേപോലെ ഹെറാൾഡ് ആണെങ്കിൽ ലോക്കിയോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ ഈ പറഞ്ഞതിന് മര്യാദയ്ക്ക് ഐഡയോട് സോറി പറഞ്ഞോ? അവക്ക് ഇത് എന്തുമാത്രം ഫീൽ ചെയ്തു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഐഡ ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അവളാണെങ്കിൽ പറയുന്നുണ്ട്, ഓ നിങ്ങൾ കുട്ടികളൊക്കെ എന്ത് ക്യൂട്ടാ, നിങ്ങൾ എന്തിനാ ഇവനോട് ഇത്ര സ്വീറ്റ് ആയിട്ട് പെരുമാറുന്നതെന്ന് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഹാജറുദ്ദീൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മാറ്റോ എന്ന് പറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ അവിടെ നിന്നിട്ട് കരയുന്നുണ്ട്. അവള് പറയാണ്, എനിക്ക് ലോക്കിയെ ഇഷ്ടമല്ല, അവൻ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നതെന്നൊക്കെ. ഇപ്പൊ ഐഡ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഓ മാറ്റോ നീ എനിക്ക് വേണ്ടിയാണോ കരയുന്നേ? ഈ ലോകം മൊത്തം എന്ത് കൈൻഡായിട്ടുള്ള നല്ല മനുഷ്യരാ. ഇപ്പൊ ലോക്കി ആണെങ്കിൽ പറയുന്നുണ്ട്, ഓ ഈ നശിച്ച രാജ്യം എനിക്ക് മടുത്ത്, ഇവിടെ നിങ്ങൾ എല്ലാവരും ശക്തിയില്ലാത്ത വെറും വൃത്തികെട്ട ആൾക്കാരാണ്. ഞാൻ റോക്സിനെ പോലെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരാളാകാൻ പോവാ. റോക്സിന്റെ ക്രൂവിൽ ചേർന്നിട്ട് ഞാനും കടലിലേക്ക് പോകാൻ പോവാ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ല. സോ അപ്പൊ ഈ സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് റോക്സ് എപ്പോഴൊക്കെ ഹെറാൾഡിനെ ക്രൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എൽബാഫിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ലോക്കി അവനെയും കൂടെ ക്രൂവിൽ ചേർക്കാൻ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും. പക്ഷേ റിജക്ഷൻ മാത്രമായിരുന്നു ഫലം. ഇപ്പോൾ റോക്സ് പൈറേറ്റ്സ് ഹാച്ചിനോസ് പിടിച്ചെടുത്തതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻസിഡന്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. ആരോ ഒരാൾ ഞാൻ റോക്സ് പൈറേറ്റ്സിൽ ചേരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. അത് ചിലപ്പോൾ നിന്റെ സ്വപ്നത്തിൽ നടക്കുമായിരിക്കും, അല്ലാതെ റിയാലിറ്റിയിൽ നീ അവരെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പോകുന്നില്ല എന്നിപ്പോൾ അവിടെയുള്ള പൈറേറ്റ്സ് ഇവനോട് പറയുന്നുണ്ട്. റോക്സ് പൈറേറ്റ്സ് എന്ന് പറയുന്നത് കടലിലെ ഏറ്റവും ഈവിളായിട്ടുള്ള ഒരു പൈറേറ്റ് ക്രൂ ആണ്. ദേ ആ മീനിന്റെ ഷേപ്പിലുള്ള പാറ കണ്ടോ, ആ ഭാഗത്തായിട്ടാണ് അവരുടെ താവളം. അവരെ കാണാൻ നീ അത്രയ്ക്കങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ ആ വഴിക്ക് പോ. പിന്നെ ഒരു കാര്യം, നീ ഈ ഐലൻഡിൽ എത്ര ഉള്ളിലേക്ക് പോകുന്നോ അത്രയും കലി അവന്മാർക്ക് കയറും. സോ നിനക്ക് എൻ്റെ അഡ്വാൻസ്ഡ് ആദരാഞ്ജലികൾ. ഇപ്പൊ ഇന്നാ പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഒരു ചവിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ വന്നവൻ ഇയാളുടെ നേർക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഇയാളുടെ മുഖം കണ്ടിട്ട് ഇവൻ ഞെട്ടുന്നുണ്ട്. നിങ്ങൾ എന്നവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവന്റെ തല ഇയാൾ പിടിച്ച് ഞെരിച്ചോടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ക്യോ ദ ഹിറ്റ്മാൻ ആണ്. ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവന്മാരെല്ലാം അലറി വിളിക്കുന്നുണ്ട്. ഇപ്പോ ഗോൾഡൻ ലയൺ ഷിക്കിയുടെ എതിരാളിയായിട്ടുള്ള ഇയാൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാവരും പെട്ടെന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഇയാൾ നമ്മളെല്ലാം കൊല്ലും എന്നൊക്കെ ഇവന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ പുള്ളി അറിയപ്പെടാൻ പോകുന്നത് സിൽവർ ആക്സ് എന്നാണെന്ന് ഇപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കുറെ ആൾക്കാർ റോക്സ് പൈറേറ്റ്സിലേക്ക് ചേരാനായിട്ട് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഹാച്ചിനോസും ഇല്ല തലയോട്ടിയുടെ ഷേപ്പുള്ള പാറയിൽ ആ 2 കണ്ണിന്റെ ഹോൾ ഇടിച്ചുണ്ടാക്കിയത് റോക്സ് ആണ്. ഇപ്പോ ക്യോ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അതൊരു മീനിന്റെ ഷേപ്പിലായിരുന്നല്ലോ ഇരുന്നത്. ഇപ്പൊ അവിടെ ഇടിച്ചു തുളച്ചിട്ട് റോക്സ് പറയുന്നുണ്ട്, ഹോ എന്താ വ്യൂ, നിങ്ങൾ ആ സീനറി ഒന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 1-2 ഹോൾസ് ഇങ്ങനെ ഇടിച്ചുണ്ടാക്കുന്ന അപ്പോൾ ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു അല്ലേ എന്നിപ്പോൾ പുള്ളി ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ ക്രൂവിനോട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എനിക്ക് 2 ഡെവിൾ ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. അതിലൊരെണ്ണം എൽബാഫിൽ ഉണ്ടാവാനാണ് സാധ്യത. ആ ഡെവിൾ ഫ്രൂട്ടിന്റെ യഥാർത്ഥ പവർ പുറത്തു വരണമെങ്കിൽ അത് ഹെറാൾഡ് കഴിക്കണം. അതേപോലെ തന്നെ നമുക്ക് എവിടെയോ ഐസിൽ ഫ്രോസ് ആയി കിടക്കുന്ന ആ ഗലേല ജയൻസിനെയും വേണ്ടേ? അവരെ പറ്റി ഞാൻ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ
ഞാൻ എൻ്റെ എല്ലാ കോണ്ടാക്ട്സും ഉപയോഗിച്ചിട്ട് അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഫ്രീസ് ആയി കിടക്കുന്ന ആ ജയൻസിന്റെ ആർമിക്ക് എന്താ പ്രത്യേകത? നമ്മളിപ്പോൾ അവരെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ശവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്? അതെ, ശവങ്ങളെ ജീവൻ വെപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ലല്ലോ എന്ന് ഇപ്പോൾ ബിഗ് മോമിന്റെ റൈറ്റ് ഹാൻഡും പിന്നെ കുക്കുമായിട്ടുള്ള സ്ട്രൂസൻ പറയുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യം നടക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം ത്രില്ലർ ബാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അപ്പോൾ ഈ ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബ്ലാക്ക് ബിയേർഡ് ഗെക്കോ മോറിയയെ ഹാച്ചിനോസൂല് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. റോക്സി അവരോട് പറയുന്നുണ്ട്, എടാ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. പീപ്പിൾസ് ഡ്രീംസ് ഹാവ് നോ എൻഡ് എന്ന് ബ്ലാക്ക് ബിയേർഡ് പറഞ്ഞത് ഇപ്പോൾ എവിടുന്ന് വന്നു എന്ന് മനസ്സിലായി. ഓക്കെ, ആ ഫ്രീസ് ആയിട്ട് കിടക്കുന്ന ജയൻസിനെ നമ്മൾ ജീവൻ വെപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിനുശേഷം ആ ജയൻസ് നിങ്ങളുടെ കമാൻഡിന്റെ അണ്ടറിൽ നിൽക്കില്ലല്ലോ. അതിനാണ് നമ്മളുടെ ടീമിൽ ഹരാൾഡിനെ വേണ്ടത്. അവനല്ലേ ഇപ്പൊ എൽബാഫിലെ രാജാവ്. അവന്മാരെ നമുക്ക് നമ്മുടെ ശക്തി ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്ത് അനുസരിപ്പിച്ചൂടെ? അതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഹരാൾഡിനെ അനുസരിപ്പിക്കാം. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ഇനി മേലാ നീ ഇങ്ങനെ പറഞ്ഞു പോകരുതടാ ചെറ്റേന്നും പറഞ്ഞ് കൈഡോയുടെ മോഹൻ ചവിട്ടി തിരിക്കുന്നുണ്ട് റോക്സ്. ഇപ്പൊ ആകെ കലിപ്പായിട്ട് കൈഡോ റോക്സിന് നേരെ ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഷിക്കി ആണെങ്കിൽ പറയുന്നുണ്ട്, റോക്സെ നീ ഒന്ന് അടങ്ങ്, കൈഡോ നീ നിർത്ത്. ഈ ഹാച്ചിനോസും ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് വന്നതേ ഉള്ളൂ. നിങ്ങൾ രണ്ടും കൂടെ ഫൈറ്റ് ചെയ്ത് ഈ ഐലൻഡ് അതിനു മുമ്പേ തകർക്കൂ. നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ പരസ്പരം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അടി കൂടും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല. അതെ, നമ്മൾ അത്യാവശ്യം കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്നത് വരെ ഈ വഴക്കും പ്രശ്നവും ഒക്കെ ഒന്ന് തൽക്കാലം ഒഴിവാക്കാം. മനസ്സിലായോടാ തലേ കൊമ്പ് വെച്ച ചെറുക്ക എന്നിപ്പോ കൈഡോ എടുത്ത് ക്യാപ്റ്റൻ ജോൺ പറയുന്നുണ്ട്. ഇപ്പൊ റോക്സ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഹരാൾഡ് എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്, അവനെ പറ്റി ഇനി ഇമാതിരി തോന്നിവാസം പറഞ്ഞാ നിന്നെ ഞാൻ ചതച്ചു കളയും കൈഡോ. ഇപ്പൊ നോക്കിയ ലാസ്റ്റ് പാനലിൽ റോക്സ് പൈറേറ്റ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പോലെ ഒരു സ്റ്റില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലം പൈറേറ്റ് ക്രൂ, വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ റോക്സ് എല്ലാ ക്രൂ മെമ്പേഴ്സിനോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഹോളി ലാൻഡ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള വഴി തുറക്കുന്നത് എൽബാഫ് എന്ന് പറയുന്ന രാജ്യമായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എന്റെ ക്രൂ വിട്ടു പോകാം. ആ നിയോഗിക്കപ്പെട്ട ദിവസത്തിലേക്ക്, ഹോളി ലാൻഡിന്റെ അവസാനം കാണുന്ന ആ ദിവസത്തിലേക്ക് എന്നോടൊപ്പം വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. ആ ദിവസത്തെ നേരിടാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോടൊപ്പം വാ. ഈ ലോകത്തിന്റെ പവർ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന ആ ടോപ്പിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാം. ഇപ്പൊ ഈ ഒരു പീക്ക് പോയിന്റിൽ വെച്ച് നമ്മുടെ ചാപ്റ്റർ 1156 എൻഡ് ആവുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഗോഡ് വാലി ഇൻസിഡന്റ് ഒക്കെ കാണാൻ കഴിയും ഗൈസ്. സോ അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ബ്രേക്കാണ്, മാഗസിൻ ബ്രേക്കാണ്, ഓടയുടെ ബ്രേക്ക് അല്ല. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ കാഗുറ ബച്ചിയുടെ എക്സ്പ്ലനേഷനും എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.